എത്ര നേരമായെന്നറിയോ ഇത്? അല്ല ഓഡിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാവാവണം, വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഗസ്റ്റ് ഇപ്പൊ ഡയറക്ടർ സാർ ഒന്ന് വിളിക്കല്ലേ, ഓഡിയൻസ് വിഷയമുണ്ട്. ചിഞ്ചു കുഴപ്പമില്ല, ഗസ്റ്റ് വന്ന് തുടങ്ങിക്കോ. വന്നാ തുടങ്ങിക്കോ. 3, 2, 1 ആക്ഷൻ, തുടങ്ങിക്കോ. ഹായ് ഹലോ, ചർച്ചയിലെ ചോർച്ച എന്നീ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു പിള്ള, യുടെ വീടിന്റെ അടുത്തുള്ള ചിഞ്ചുരാണി. ചിഞ്ചുരാണിയുടെ ശരം പോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആരാണെന്ന് ചിഞ്ചു പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരൊറ്റ വാക്ക് മതി കേരളക്കരയിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ. ഓപ്പറേഷൻ എന്ന് കേട്ടാൽ മുട്ടിടിക്കും ശിവദാസൻ ഡോഗർ. ഡോക്ടർ ശിവദാസൻ. ചിഞ്ചുറാണി. ചമ്മിറാണി. ചിഞ്ചുറാണി അതല്ല ഇപ്പൊ ചമ്മിറാണി. തിരിച്ചു വാങ്ങേറെയുള്ളൂ. ഡോക്ടർ, ചിഞ്ചുറാണിയുടെ ചർച്ചയിലെ ചോർച്ചയിലേക്ക് സ്വസ്വാഗതം. അപ്പൊ അതെന്തൊരു പേര്? അത് ഡോക്ടർ, ഞങ്ങളുടെ ചാനലിലെ ചർച്ചകളെല്ലാം ചോരാറുണ്ട്, അതുകൊണ്ടാണ് ചർച്ചയിലെ ചോർച്ച. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പേര് പറഞ്ഞു തരാം. പറഞ്ഞു. ചർച്ചയിലെ കീഴ്ത്ത. ഓട്ട. ഡോക്ടർ ചാനലിട്ട് മാന്യമായിട്ടൊരു പേരാണ് ചർച്ചയിലെ ചോർച്ച. അത് മതിയാ? അത് മതി. അപ്പൊ അങ്ങനെ ഇട്ടോടെ, കുഴപ്പമില്ല. ഡോക്ടർ ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ ടേക്ക് യുവർ സീറ്റ്. വാ വാ വാ. ഡോക്ടർക്ക് ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അങ്ങനെയായിരുന്നാ? ശിവദാസൻ ഡോക്ടർ, നമുക്കെങ്കിലും ചർച്ച തുടങ്ങാം. ചർച്ച തുടങ്ങാം. എനിക്കൂടെ ഇട്ടത് അത്. സൈസ് മാറിപ്പോയി, അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോഴേ പറഞ്ഞതാണ്. ഒന്നുകൂടെ ഇട്ടോ പാട്ട്. ചോദിച്ചോടെ. ഡോക്ടർ, ഞാൻ ചോദിക്കാൻ വരുന്നു പറഞ്ഞാല് അല്ല, ഓഡിയൻസ് വല്ലാണ്ട് ഞങ്ങൾക്ക് ചോദിക്കാണ്ട് കുറച്ച് ഞങ്ങൾ ചോദിക്കാൻ. വല്ല ഓഡിയൻസ് ആരും വലിയ അല്ല ഡോക്ടർ, പേടിക്കേണ്ട കാര്യമില്ല. ഓഡിയൻസ് എല്ലാം ഡോക്ടർക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഡോക്ടർ നേരത്തെ ഓപ്പറേഷൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും. ഇവരൊക്കെ അല്ല, അവരല്ല, അവർ ഡോക്ടറെ കാണാൻ വന്നവരാണ്. ആ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാം ഡോക്ടർ നേരത്തെ ഓപ്പറേഷൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഇത്രയും. ഡോക്ടർ എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ഞാൻ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ ഇത്ര പേര് ജീവിച്ചിട്ടുണ്ടോ? അന്ന് കണ്ടതാണ്, കവർ നോക്കി, പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഉത്തരിക്കാൻ പറയല്ലേ ഡോക്ടർ, നമുക്ക് ഇമോഷണൽ ആകുന്ന കുറച്ചുണ്ടാവും. ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, ചിഞ്ചുറാണിയുടെ ചർച്ചയിലേക്ക് കിടക്കാം. ചിഞ്ചുറാണിയുടെ ചർച്ച ശരവേഗത്തിലാണ്. വിട്ടത് അല്ല, ചിഞ്ചുറാണിയുടെ ചർച്ചകൾ ശരവേഗത്തിലായിരിക്കും. ശരവേഗമാണെങ്കിലും ബൈക്കിന്റെ വേഗമാണെങ്കിലും കാറിന്റെ വേഗമാണെങ്കിലും ലാഗ് അടിക്കാതെ ചോദിക്കണം, കേട്ടല്ല? കൊഞ്ചറാണി, മുത്തറാണി, ചിപ്പിറാണി, ഞണ്ടറാണി, പോലെ കടലിലെല്ലാം പറഞ്ഞു. കടലിൽ നിന്റെ പേര് ചിഞ്ചുറാണി. ചെഞ്ചുറാണി. ഡോക്ടർ, when you performed a surgery, a stethoscope was accidentally left inside a patient's stomach. What did you say about this? ഹലോ. നമ്മളെ 4-ാം പാടില്ല ശിവന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? ഒരു കാര്യം ചെയ്യാം, അവന്റെ വായിക്കകത്ത് കുറച്ച് വിഷം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഐസ് കിടന്ന് ഞാൻ ഇപ്പൊ വരാം. അല്ല ഡോക്ടർ, ഞാൻ ചോദിച്ചുള്ള ഉത്തരം ഡോക്ടർ നൽകിയില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് ടെതസ്കോപ്പ് ഉണ്ടെങ്കിൽ വെച്ച് അടിച്ചു തന്നെ, അത് എവിടെ കൊണ്ട് കളഞ്ഞിട്ടിരിക്കുകയാണ്. ടെതസ്കോപ്പിന്റെ കാര്യം തന്നെയാണ് ഡോക്ടർ ഞാനിപ്പോ ചോദിച്ചത്. അതാണ് ഇപ്പൊ ചോദിച്ചത്. അതാ ചോദിച്ചത്. നിനക്ക് ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്താ? ഇനി മേലെ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിൽക്കരുത്. ആറ്റുവലമ്മയെ കൊണ്ട് സത്യം ചെയ്യേ. സത്യം. ഇങ്ങനെ കാര്യം മനസ്സിലായി. ഞാൻ ഡോക്ടർ ശിവദാസാനാണ്. എനിക്ക് ഇംഗ്ലീഷിലെ B to Z കാര്യങ്ങളെ അറിഞ്ഞൂടാ. അപ്പൊ അത് മാത്രം അറിയാം. അയ്യാ, എന്തോ ഡോക്ടർ ഒന്നും മെനക്കിരിക്കാതെ വേറൊരു അല്ല. എന്റെ അടുത്ത ചോദ്യം എങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇരിക്കാം? ഓടണോ വേണ്ടേന്ന് ചോദിച്ചേ. ഓക്കെ ഡോക്ടർ,
ഡോക്ടർ വളരെ കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. കുഴപ്പമില്ല. ഡോക്ടറുടെ മെഡിക്കൽ ഫീൽഡിലെ പ്രാബല്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതെ അത് വളരെ നിഷ്ഠൂരമായി പ്രവർത്തിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്തൊക്കെയാണ് പറയാൻ സാധിക്കുന്നത്? നേരത്തെ അവിടെ ബില്ലൻ സാഹിബിന്റെ മോളായിരുന്നു, ഇപ്പൊ എഴുത്തച്ഛന്റെ മോളായി. നിനക്ക് എന്തെങ്കിലും അറിയണ്ട, നീ എന്താണ് പറഞ്ഞതിപ്പാ? അല്ല, ഡോക്ടർ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്റെ ഒരു ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കളഞ്ഞു. അതിന് ശേഷം ഞാൻ ഇങ്ങനെ ബ്ലിങ്ങി അടിച്ചിരിക്കുകയാണ്. ഡോക്ടറുടെ ടെലിസ്കോപ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഒരു പേഷ്യന്റ് സ്റ്റൊമക്കിനുള്ളിലാണ്. എന്തെന്റെ? ഒരു പേഷ്യന്റ് സ്റ്റൊമക്കിനുള്ളിലാണ്. അതെന്തരവണ്ണേ? വയറ്. അത് കിട്ടിയാ? കിട്ടി. ഞാൻ നാളെ വന്ന് ഉരുളാവേ. അതല്ലേ പുള്ളിക്കാരന്റെ വയറ്റിലോട്ടൊന്നും എങ്ങനെ മനസ്സിലായി? അത് ഡോക്ടർ അദ്ദേഹം ഇത്രയും നാൾ ഇത് കൊണ്ടു കിടക്കുകയായിരുന്നു. മറ്റൊരു രോഗം വന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്തപ്പോൾ വയറിനുള്ളിൽ ഇതുണ്ടെന്ന് എക്സ്റേക്കാരൻ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് അപ്പൊ ഡോക്ടർ ചെയ്ത് തെറ്റല്ലേ ശരിക്കും പറഞ്ഞാല്? ശരിക്കും പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിച്ച് ഡോക്ടറെ ശിക്ഷിക്കപ്പെടുകയാണ് ഡോക്ടർ ചെയ്യേണ്ടത്. എന്നെ ശിക്ഷിക്കേണ്ട ഒരേ കാര്യമല്ല, ആരും കുട്ടി മനസ്സിലാക്കണം. ഞാൻ ഇത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇത് അവന്റെ വയറ്റിരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? ഇല്ല. ഇത് വയറ്റിനകത്ത് കൊണ്ടു കിടക്കുന്ന കാര്യം ആ പുള്ളിക്കാരെ അറിഞ്ഞോ? ഇല്ല. ഇതിപ്പോ അറിഞ്ഞതാരാണ്? എക്സ്റേ എടുത്ത ചേട്ടൻ. അവനല്ലേ ശിക്ഷിക്കേണ്ടത്? അതെ. ഞാൻ പാവമല്ലേ? അതെ. ഞാൻ പോട്ടാ. വിശ്വസിച്ചേ. അല്ല, എക്സ്ക്യൂസ് മീ, ആ? വിശ്വസിച്ചില്ല, തിരിച്ചു വാ. വിശ്വസിച്ചില്ല. ഡോക്ടർ, ഞാനെങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ. ഡോക്ടർക്ക് എങ്കിലും ആ പേഷ്യന്റിനോടൊന്ന് പറയാറുന്നല്ലോ സ്റ്റൊമക്കിനുള്ളിൽ ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ വയറ് കയറിയിട്ട് അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ച് കൊടുത്തതല്ല, ഇത് അറിയാണ്ട് അങ്ങ് പോയതാണ്. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ. ഡോക്ടർ, വേറെ ഒന്നുമില്ല ഡോക്ടർ. ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഓഡിയൻസിനെ വിളിച്ചത്. അപ്പൊ ഏതെങ്കിലും ഒരാളൊരു ചോദ്യം ചോദിക്കും. അതെ, ആരെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. അതെ ഡോക്ടറെ, ഈ വയറിനുള്ളിൽ ടെലസ്കോപ്പ് ആയിപ്പോയതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പക്ഷെ വിട്ടുകളേനോ നിസാര കാര്യം പോലെ. എന്റെ പൊന്നു സുഹൃത്തെ, മനുഷ്യന്റെ ഏറ്റവും വലുതാണ് ശ്വാസം. അത് നിങ്ങൾ എടുത്തിട്ട് വെറുതെ വിടുന്നു. പിന്നെയാണ് ഇത്ര ചെറിയ ടെലസ്കോപ്പ്. വിട്ടുകളാ, ഇതൊരു ജീവന്റെ കാര്യമാണ്. എന്തോലെ? ഇതൊരു ജീവന്റെ കാര്യമാണ്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ചിക്കൻ കറി റെസിപ്പിയാണ്. ശ്വാസം ജീവന്റെ കാര്യമാണ്. ഡോക്ടർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കുത്തരുത്. നിനക്ക് മുട്ടണക്ക് വാട്സ്ആപ്പിൽ ഇവിടെ സംസാരിക്കാതെ അവൻ ചോദിച്ചാട്ടാടേ. അവൻ ചോദിച്ചാട്ടാ ചെയ്തിട്ടാണ്. ഡോക്ടർ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം. ഡോക്ടർ വേറൊന്നുമല്ല, ഇപ്പൊ ഈ അടുത്ത് തന്നെ ശിവദാസൻ ഡോക്ടർ വേറൊരു പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്തിട്ട് ആ പേഷ്യന്റിന്റെ വയറിനുള്ളിൽ നിന്ന് കുഞ്ഞൊരു കത്രിക വരെ കിട്ടി. എടേ, കൊച്ചൊരു കത്തിരിയിരുന്ന എന്താ കുഴപ്പം? ഇത്രയും വലിയ കുട്ടി കിടന്ന കുഴപ്പമില്ല, ഇത്രയും വലിയ കത്തിരിയിരുന്ന കുഴപ്പം? ഞാൻ വല്ലതും ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഡോക്ടർമാർക്ക് കയ്യബദ്ധം സംഭവിക്കുന്നുണ്ടല്ലോ. ആ. അപ്പൊ ഈ കയ്യബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ഒരു പ്രതിവിധി? അതെ, ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട ഡോക്ടർമാരെ പ്രത്യേക ഇത് കാണണം. ഈ വീഡിയോ ഡോക്ടർമാർ നിങ്ങൾ ശരിക്കും- ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കുത്തിത്തയ്ക്കൂലേ, അത് കുത്തിത്തയ്ക്കുമ്പോൾ സൂചിയും നൂലും ഉപയോഗിക്കരുത്. നിങ്ങൾ അവിടെ ഒരു സിബ് വെച്ച് കൊടുക്കണം. സിബ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രോഗി വീട്ടിൽ പോയി കഴിയുമ്പോ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ തുറന്നിട്ട് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് തിരിച്ച് കടച്ചു വെക്കാം. മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെ വേണ്ടേ? വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു. അത്രേ ഉള്ളു. ഒരു മിനിറ്റ്, അത് പറഞ്ഞപ്പോഴാണ് കത്തി പറ്റിയിരുന്നില്ലേ? അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഡോക്ടർ. ഹലോ, കണ്ടാ അവിടെ നിന്ന് കിട്ടിയതാ എനിക്ക്. അച്ഛൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹോണിം ബെല്ലം അടിച്ചാണ്. ആ ഓക്കെ, ശരി അച്ഛാ. എന്തിനാ ഡോക്ടർ ഇപ്പൊ അച്ഛനെ വിളിച്ചത്? അല്ല, ഇന്നലെ ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കയറിയപ്പോഴേ എന്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. അവന്റെ വയറ്റിനകത്ത് കയറി പോയോ? വീട്ടിലുണ്ട്, കുഴപ്പമില്ലാതെ വീട്ടിൽ ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നമുക്ക് അങ്ങനെയെങ്കിൽ കുറച്ച് ഔട്ട്ഡോർ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതാ ഇവിടെ മൊത്തം ആളെ നമുക്ക് വെളിയിലോട്ട് പോവാം. ആരുമില്ല, വാ. അയ്യോ, പുറത്തോട്ട് പോവാന്നല്ല, പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ അകത്തിട്ട് ചോദിക്കാം. അറിയാം. ഡോക്ടർ വന്നിരിക്കും. ഡോക്ടർ പ്ലീസ്. സർ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഡോക്ടറോട് ഒരു പേഴ്സണൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. 81-29 അടിച്ചിട്. അയ്യോ, അതിനല്ല, മെഡിക്കൽ പരമായിട്ടൊരു പേഴ്സണൽ കാര്യം ചോദിക്കാം. ഡോക്ടർ, എന്റെ സിസ്റ്റർ ഇപ്പോ MBBS പഠിച്ചിട്ട് ഇപ്പൊ ഒരു ഡോക്ടറാണ്. അപ്പോ അവൾക്ക് കൊടുക്കാൻ ഒരു ടിപ്പ്. 10 രൂപ കൊണ്ട് രക്ഷപ്പെടട്ടെ പിള്ളേർ രക്ഷപ്പെടട്ടെ. എത്രയാണ്? അയ്യോ ഡോക്ടർ, അവൾക്ക് 10 രൂപ ടിപ്പ് കൊടുക്കാനല്ല, അവൾക്ക് കൊടുക്കാൻ ഒരു ഉപദേശം. പൈസ ഇങ്ങോട്ട് അത് പറഞ്ഞു കൊടുക്കാം. അതെ, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ നമ്മള് നിർബന്ധമായിട്ട് മാസ്ക് എടുത്ത് വെക്കണം. എന്തിനാണ് ഡോക്ടർ അവൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ മാസ്ക് ഉപയോഗിക്കേണ്ടത്? നമ്മളെ ഓപ്പറേഷൻ സമയത്ത് അവിടെ കുറെ തമാശകൾ സംഭവിക്കും. അപ്പൊ നമ്മള് ചിരിക്കണ കണ്ടു കഴിഞ്ഞാൽ പേഷ്യന്റ് അപ്പൊ ഇത് നമുക്ക് അടി തരും. ഉള്ള കാര്യമാണ്, മാസ്ക് വെച്ചാൽ ചിരിക്കണ അറിയൂല. ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോ അവിടെ വന്ന് നിൽക്കണം. എന്റെ പൊന്നെ, ഒരു ലൈറ്റ് ഇങ്ങനെ ഉണ്ട്, കടക്കണ ലൈറ്റ്. എന്തിനെല്ലാം ഇറങ്ങിയോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കിടത്തിട്ട് ഇങ്ങനെ മുറിക്കുമ്പോ ഞാൻ ആട്ടി വിട്ടു കൊടുക്കും. അപ്പൊ നേഴ്സ് സുനിത ഞാനും കൂടെ ലൈറ്റിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കും. അത് എന്തൊരു രസമല്ല അറിയാൻ വേണ്ട.
അല്ല ക്യാമറ അല്ല ഇത് ഓണാക്കി വിട്ടാ ഓണാക്കി. ചുമ്മാ പറഞ്ഞാണ് ഇതൊന്നും തൊഴിലില്ലാത്തതാണ് കട്ടിയായി. ഇല്ല ഡോക്ടർ അങ്ങനെ ഒരു പ്രശ്നമില്ല ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് വെറുതെ ഞങ്ങൾ ക്യാമറ ഞാൻ അങ്ങനത്തെ ഒരു ഡോക്ടർ അല്ല, മനസ്സിലായില്ലേ? അല്ല ഡോക്ടർ ഓഡിയൻസ് ചെറുതായിട്ടൊന്ന് കൈവിട്ടു കാരണം ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്റെ വീട്ടിലെ കാര്യങ്ങളിലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ട് അവരോട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഓഡിയൻസിനെ ഒന്ന് ശാന്തമാക്കാൻ മെഡിക്കൽ പരമായിട്ട് ചോദിക്കണം അല്ലേ? ചോദിക്കണം. അപ്പൊ നമ്മളെ ഹെഡ് നേഴ്സ് സുനിതയുണ്ട്, സുനിത ഒന്ന് വിളിക്കാം. വിളിച്ചോളൂ ആ സുനിത സുനിത സുനിതയുടെ ഫോണ് സുനിത വിളിച്ചാ നിങ്ങൾ ഇവിടെ? സുനിത മേഡത്തെ ഞങ്ങൾക്ക് ഇഷ്ടം സുനിത അയ്യോ സുനിതയുടെ സൗണ്ട് ആരെ സൗണ്ടാണ്? എന്റെ വയറ്റിന്നാണ് കേക്കുന്നത്. അയ്യോ സുനിതയുടെ ഫോൺ അവന്റെ വയറ്റിനകത്ത് ഇന്നലെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സുനിതയ്ക്ക് അവന്റെ വയറ്റിനകത്തിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എത്രയും വേഗം നാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങ് എത്തിക്കണം. എന്തിന് EMI ഇനിയും മുടങ്ങിയിട്ടില്ല, ഫോൺ അടയ്ക്കാവട്ടെ കേട്ടല്ല. അതെ ഇതൊന്നും ശരിയാവത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെ ഒരു ചെറിയ ഫോണിനാണ് ഇത്ര കുഴപ്പം. ഞാൻ മെനങ്ങാന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തു, ഹോം തിയേറ്റർ മൊത്തത്തോടെ അടുത്ത് വെച്ചല്ല, ആരും അറിയാതെ പോയല്ലേ. അത് ഞങ്ങളിപ്പോ തീർത്തരാം. ഒരു കാര്യം ചെയ്യ്, കുഞ്ചറാണി ഇങ്ങോട്ട് വന്നാ. ചിഞ്ചു ഇത് ചാവാൻ പോകുമ്പോൾ കൊഞ്ചം ചിപ്പിയൊക്കെ വാങ്ങോട്ടെ. ഒരു കാര്യം ചെയ്യ്, പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു ചിക്കറി തരാം, അതുകൊണ്ട് നിന്റെ കാറിൽ അങ്ങോട്ട് ഇരേ. അയ്യോ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഞാൻ ഡോക്ടർ അല്ലല്ലോ. ഡോക്ടറിന്റെ അല്ല, എന്റെ സഞ്ചയനത്തിന്റെ ചിക്കർ കൊണ്ട് നിന്റെ കാറിൽ അങ്ങോട്ട് ഇരേ. അപ്പൊ ഡോക്ടർ ചത്തില്ലെങ്കിൽ ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ.